നമസ്കാരം. ഒരു ഭരണാധികാരി കാർക്കശ്യമുള്ളൊരു ഭരണാധികാരിയാവുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കാർക്കശ്യമായിട്ടുള്ള നടപടികൾ എല്ലാവർക്കും സമമായി തന്നെ അനുഭവപ്പെടണം. കൃത്യമായിട്ട് നീതി നടപ്പാക്കപ്പെടണം. അത്തരത്തിലുള്ള ഒരു ഭരണക്രമം ഒരു ഭരണാധികാരി കയ്യിലെടുക്കുമ്പോഴേ അദ്ദേഹം ഒരു നല്ല ഭരണാധികാരിയായിട്ട് അറിയപ്പെടുകയുള്ളൂ. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ എളുപ്പത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയെ എനിക്ക് വ്യക്തിപരമായി ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. പ്രാദേശിക തലത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അഭിമാനത്തോടു കൂടി തന്നെ ഒരു ഭാരതീയന് യോഗി ആദിത്യനാഥിനെ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ പ്രാദേശികമായി ഏറ്റവും വലിയ എതിരാളിയാണ് അഖിലേഷ് യാദവ്, സമാജ്വാദി പാർട്ടിയുടെ തലമുതിർന്ന നേതാവ്, സമാജ്വാദി പാർട്ടിയുടെ നേതാവ്, ചെയർമാൻ എന്ന് തന്നെ, പാർട്ടിയുടെ ചെയർമാൻ, ലോക്സഭാ അംഗവുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകളെ, അഖിലേഷ് യാദവിൻ്റെ മകൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ 3 പേർ വ്യാജ പ്രചരണവും അവരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഉപയോഗിച്ച് അശ്ലീലം കലർന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നൊരു സംഭവമുണ്ടായി. അത് യോഗി ആദിത്യനാഥിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ യോഗി ആദിത്യനാഥ് പോലീസിന് കർശനമായ നിർദ്ദേശം നൽകി. കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകണം, ഏറ്റവും കഠിനമായ വകുപ്പുകൾ തന്നെ ചുമത്തി ഇവരുടെ മേൽ നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളുക എന്നുള്ള നിർദ്ദേശം യോഗി ആദിത്യനാഥ് നൽകുകയും തുടർന്ന് പോലീസ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയും 3 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിലുള്ളൊരു നിയമ നടപടി യോഗി ആദിത്യനാഥിന് വേണമെങ്കിൽ രാഷ്ട്രീയ വിരോധം വെച്ച് അത് ചെയ്യാതിരിക്കാം. അതെന്തെങ്കിലും നടക്കട്ടെ. അവിടെ അദ്ദേഹം നേരെ പറഞ്ഞില്ല എന്ന് തന്നെ ഇരിക്കുക, പോലീസുകാരോട് അത്തരത്തിൽ നിയമ നടപടികളൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞില്ല എന്ന് തന്നെ ഇരിക്കുക. ശ്രദ്ധിക്കാതിരുന്നാൽ ഒരുപക്ഷെ പോലീസുകാർ തന്നെ വിചാരിക്കും അഖിലേഷ് യാദവിൻ്റെ മകൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നവരെ, അഖിലേഷ് യാദവിൻ്റെ മകളെ അസഭ്യം പറയുന്നവരെ നമ്മൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്തായാലും മുകളിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ടൊരു സമ്മർദ്ദം ഉണ്ടാകില്ല എന്നൊരു പൊതുധാരണ അവർക്കുണ്ടാകുവാൻ വളരെ എളുപ്പമാണ്. കാരണം രാഷ്ട്രീയ എതിരാളിയാണ്, ഉത്തർപ്രദേശിലെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ എതിരാളിയാണ് അഖിലേഷ് യാദവ്. ആ വ്യക്തിയുടെ മകളെയാണ് ഇത്തരത്തിൽ അപമാനിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചില സാമൂഹ്യ വിരുദ്ധർ. അതുകൊണ്ട് തന്നെ നിയമ നടപടികൾ എടുത്തില്ലെങ്കിൽ പോലും ഒരുപക്ഷെ അവർക്ക് പരിചയമുള്ളൊരു രാഷ്ട്രീയം വെച്ച്, പോലീസുകാർക്ക് പരിചയമുള്ളൊരു രാഷ്ട്രീയം വെച്ച് യാതൊരു പ്രശ്നവും തങ്ങൾക്കുണ്ടാകില്ല എന്നുള്ളൊരു ധാരണ പോലീസുകാരിൽ ഉടലെടുക്കുവാൻ എളുപ്പമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഭാരതത്തിലൊട്ടാകെ, ലോകമൊട്ടാകെ തന്നെ അതാണ് സ്ഥിതി. അങ്ങനെ നിലനിൽക്കുകയാണ് യോഗി ആദിത്യനാഥിൻ്റെ ഈ നടപടി. അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് ചോദ്യമുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ ലളിതമായിരുന്നു. പെൺമക്കൾ ആരുടെ ആയാലും പെൺമക്കൾ തന്നെയാണ്. അവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഈ സർക്കാരിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്കെതിരെയുള്ള തെറ്റായ നടപടികൾക്ക് കൃത്യമായ ശിക്ഷ ആ കുറ്റവാളികൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള നടപടികൾ യോഗി സർക്കാർ പക്ഷഭേദമില്ലാതെ നടപ്പാക്കിയിരിക്കും. ഇത്രയും ലളിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഒപ്പം അദ്ദേഹത്തിന് അഖിലേഷ് യാദവിന് കൊടുക്കുവാനൊരു ഉപദേശം കൂടി ഉണ്ടായിരുന്നു. അഖിലേഷ് യാദവിനെ അദ്ദേഹം ഉപദേശിച്ചത് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയല്ല, ഭാരതത്തിൽ തന്നെ സ്ത്രീകളോട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏറ്റവും മോശമായി പെരുമാറുന്നത് സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തകരാണ്. അവരെ അച്ചടക്കത്തോടുകൂടിയും മര്യാദയോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക. കാരണം അത്തരത്തിലുള്ള ആളുകൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു സഭ്യമല്ലാത്ത ഇടപെടലുകൾ നടത്തുമ്പോൾ എതിരാളികളും ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതികരണം കയ്യിലെടുത്തേക്കാം. അത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുവാനേ, ഇത്തരത്തിൽ സ്ത്രീകൾ തുടർച്ചയായി അപമാനിക്കപ്പെടുവാനേ ഉതകുകയുള്ളൂ എന്നുള്ളൊരു ഉപദേശമാണ് യോഗി ആദിത്യനാഥ് അഖിലേഷ് യാദവിന് നൽകിയത്. എന്തായാലും ഈ വാർത്ത പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെച്ചത് കൃത്യമായി തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും യോഗിയെ പൂക്കി മുഖ്യമന്ത്രിയെന്നോ അല്ലെങ്കിൽ കിടിലൻ മുഖ്യമന്ത്രിയെന്നോ അല്ലെങ്കിൽ മനു നീതി ചോളനെന്നോ ഒന്നും വിശേഷിപ്പിച്ച് ഈ വാർത്ത പ്രാധാന്യത്തോടുകൂടി പ്രക്ഷേപണം ചെയ്യുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടേയില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുമായി ഈ ഒരു വാർത്ത പങ്കുവെച്ചത്. യോഗി ആദിത്യനാഥിനോട് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസവും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അഭിപ്രായ വ്യത്യാസം മറ്റൊന്നുമല്ല, ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അപമാനിക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്നത് സമാജ്വാദി പാർട്ടിക്കാരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ് കൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെയും തമിഴ്നാട്ടിലെ DMK-കാരെയും വേണ്ടത്ര പരിചയമില്ല എന്ന് തോന്നുന്നു. കാരണം കട്ടയ്ക്ക് കട്ട അല്ലെങ്കിൽ
സമാജ്വാദി പാർട്ടിയിൽ അഖിലേഷ് യാദവ് പോലും ട്യൂഷന് വരേണ്ട തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രവൃത്തികളും പ്രസ്താവനകളും എല്ലാമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും DMK-യും അക്കാര്യത്തിൽ കപ്പടിക്കുമെന്നുള്ള, സ്ത്രീകളോട് അസഭ്യം പറയുകയും മര്യാദയില്ലാതെ പെരുമാറുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ കപ്പടിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. യോഗിക്ക് അത് വേണ്ടത്ര പരിചയമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അവരെ ഓർത്തെടുക്കാത്തതെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു പ്രവൃത്തി ഒരു ഭരണാധികാരിക്ക് ചേർന്ന പ്രവൃത്തി തന്നെയാണ്. ഇതൊരു അഭിമാനമായി പറയേണ്ട കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഭാരതത്തിലെ ഒരു ഭരണക്രമത്തിലുള്ള ഒരു പ്രശ്നം. കാരണം ഇത് അടിസ്ഥാനപരമായിട്ടൊരു മുഖ്യമന്ത്രിയുടെ ധർമ്മമാണ്. അത് യോഗി ആദിത്യനാഥിനറിയാം. അതുകൊണ്ട് തന്നെയാണ് അതൊരു അഭിമാനമായി അദ്ദേഹം കൊട്ടിഘോഷിച്ച് നടക്കാത്തത്. പക്ഷേ സ്ത്രീ സുരക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഈ വിഷയം എടുത്തു പറയുകയും ചെയ്യും. കാരണം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കുറ്റവാളിയും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് കുറ്റവാളികൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി അദ്ദേഹം ഇത് എടുത്തു പറയുകയും ചെയ്യും. പക്ഷേ ഇത് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുകയുമില്ല അതേസമയം. അതുതന്നെയാണ് ഒരു നല്ല ഭരണാധികാരിയുടെ ലക്ഷണമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റുകളിലൂടെ നിങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആശയങ്ങൾ കേരളത്തിലും തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ വരേണ്ടതുണ്ടോ? ഇത്തരത്തിലുള്ള നിയമ നടപടികൾ എടുക്കുന്ന മുഖ്യമന്ത്രിമാർ അവരുടെ ഒരു നിശ്ചയദാർഢ്യം രാഷ്ട്രീയത്തിൽ ഉണ്ടാകേണ്ടതുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.